ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ കൂട്ട് ഇപ്പം നമ്മൾ ചിത്രം രചനയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല, മറിച്ച് നമുക്ക് എങ്ങനെ ലോ കോസ്റ്റ് പെയിൻറ്റിങ് നമ്മുടെ വീടുകളിൽ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ വെക്കാം എന്നുള്ളതാണ്. പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറിജിനൽ പെയിൻറ്റിങ്സിനൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക് വീടുകളിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ശരിയാണ്, വലിയ പെയിൻറ്റിങ്സിന് എപ്പോഴും വിലയാണ്. പക്ഷേ പെയിൻറ്റിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ പെയിൻറ്റിങ്സ് നമുക്ക് വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ക്യാൻവാസുകൾ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ക്യാൻവാസുകൾ നമുക്ക് ഒരുപാട് അവൈലബിളാണ്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ക്യാൻവാസുകൾ ഇവിടെ പരിചയപ്പെടുത്താം. ഇതൊരു 4 ഇഞ്ച് × 4 ഇഞ്ച് ക്യാൻവാസാണ്. ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസാണ്. അതായത് ഫ്രെയിമിന് മുകളിൽ ക്ലോത്ത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻവാസാണ്. അതിൽ ഞാൻ വരച്ച ഒരു ചിത്രമാണിത്. ഇത് കാണാൻ തന്നെ വളരെ ക്യൂട്ടാണ്. ഇതേപോലെ തന്നെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് പോലത്തെ തന്നെ ബോർഡ് അവൈലബിൾ ആണ്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു ബോർഡാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ ബോർഡുകൾ ചെയ്യാമെന്നുള്ളത്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തിട്ട് അതിൽ വരച്ചിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് വാളിൽ തൂക്കുന്ന ടൈപ്പ് അല്ല. ഇതേപോലെ ഈസൽ ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറയും. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും കടകളിൽ നിന്ന്. ഇത് ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് നമുക്കിങ്ങനെ സ്റ്റാൻഡിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ നമ്മുടെ ജനൽ സൈഡുകളിലോ ഇല്ലെങ്കിൽ നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മോഡലുകളാണ് ഞാനിനി പറയുന്നതെല്ലാം. ഇതിന് കോസ്റ്റ് വരുന്നത്, ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടാണ്. ഈ കാർഡ്ബോർഡിന് 25 റുപ്പീസ്, 35 റുപ്പീസ്. ആ ഒരു സ്ട്രെച്ച്ഡ് ആണെങ്കിൽ 35, 25 റുപ്പീസ്. ഈസൽ സ്റ്റാൻഡിനാണെങ്കിൽ ഒരു 35 റുപ്പീസ്. ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഒരു ടോട്ടൽ കോസ്റ്റ് ഒരു 150. കുറേ കോംപ്ലിക്കേറ്റഡ്, അതായത് മ്യൂറൽ പോലുള്ള പടങ്ങളാണെന്നുണ്ടെങ്കിൽ 200-250 റുപ്പീസിനൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം വാങ്ങാൻ പറ്റും. ഇത് 5 ഇഞ്ച് × 5 ഇഞ്ച് ക്യാൻവാസാണ്. അതിൽ കുറച്ചുകൂടെ വലിയ ക്യാൻവാസാണ്. അപ്പോൾ ആ ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രമാണ് ഇത്. കുറച്ചുകൂടെ ബിഗർ സൈസാണ്. അത് ബിഗ് സൈസിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെയും സ്ട്രെച്ച്ഡ് അവൈലബിൾ ആണ്. ഇതൊരു 55 റുപ്പീസ് ഒക്കെ ഇതിന് വില വരുന്നുള്ളൂ. നമുക്കൊരു ഈ സെയിം റേറ്റ് 150 or 200 ഡിപ്പെൻഡ്സ്, പടത്തിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് ലെന്ത് കൂടിയതാണ്. വിഡ്ത്ത് 4 ഇഞ്ച് ആണെങ്കിലും ലെന്ത് ഒരു 5 to 6 ഇഞ്ചസ് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ ക്യാൻവാസ് ബോർഡാണ്. ഇതാണ് നമ്മളൊരു ബോർഡ് വാങ്ങുന്ന ബോർഡാണ്. ഇതിനൊരു 25 or 35 റുപ്പീസ് ഉണ്ട്. പല പെബിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്, ക്യാമലിൻ, അങ്ങനെ പല പല ഫേമുകൾ ഈ ക്യാൻവാസ് ബോർഡുകൾ ഇറക്കുന്നുണ്ട്. അപ്പം അതിൽ ക്യൂട്ടായിട്ട് ചെയ്ത് നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. ഇത് ബോർഡ് സൈസ് അല്ല, ഇത് നമ്മുടെ പൈൻ വുഡിൻ്റെ ഫ്രെയിമോട് കൂടിയിട്ട് നമ്മൾ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ചെയ്ത് വരുന്നതാണ്. ഇത് 5 × 6 ഇഞ്ച് തൊട്ടിട്ട് മുകളിലോട്ട് പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഒരു 94 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഒരു 6 × 8 ഇഞ്ചസാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തൊരു വർക്കാണിത്, കഥകളിയുടെ ഒരു വർക്ക്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ട്രൈപോഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി വലിയ സ്റ്റാൻഡാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഈ ബോർഡർ സൈസും പൈൻവുഡിൻ്റെ നല്ല കട്ടിയുള്ള ഫ്രെയിമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, ഈ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെയും വെക്കാം. 2 സൈസിൽ പടങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാം. വളരെ വളരെ രസമാണ്. ഇതിൽ കാണുന്നതിനേക്കാളും രസമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇത് അതിൻ്റെ തന്നെ റൗണ്ട് ക്യാൻവാസാണ്, സ്ട്രെച്ച്ഡ് ക്യാൻവാസ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്
ഞാൻ 2 പാർട്ടായിട്ടുള്ള വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. റൗണ്ട് ക്യാൻവാസ് വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് വന്നിട്ട് ട്രൈപോഡ് സ്റ്റാൻഡ് അല്ല, ഇതേപോലുള്ള സ്റ്റാൻഡിൽ റൗണ്ട് ക്യാൻവാസ് ഇരിക്കില്ല. റൗണ്ട് ക്യാൻവാസിനായിട്ട് വരുന്നത് ഇതേപോലുള്ള സ്റ്റാൻഡാണ്. ഇതൊരു 100 റുപ്പീസ് ആണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ക്യാൻവാസിനാണെന്നുണ്ടെങ്കിൽ ഒരു 170 to 200 റുപ്പീസ് ക്യാൻവാസിന് വരും. അപ്പം നമ്മൾ ഈ പടത്തിൻ്റെ ഡിപ്പെൻസ് ഓൺ പടത്തിൻ്റെ ഏത് ടൈപ്പുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 750 to 1000 റുപ്പീസ് ഇതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നുള്ളൂ. ഇത് വന്നിട്ട് ട്രൈപോഡ് സ്റ്റാൻഡും ഫ്രെയിമും കൂടെ ഒരുമിച്ച് ഒരു പാക്കായിട്ട് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസാണ്. ഇതിൽ ഫ്രെയിം പൈൻവുഡിൻ്റെ തന്നെ ഫ്രെയിമിൽ സ്ട്രെച്ച്ഡ് ക്യാൻവാസായിട്ട് ചെയ്ത് വരുന്നതാണ്. ഇത് ട്രൈപോഡും ഇതൊരു പാക്കായിട്ട് അറൗണ്ട് 380 to 400 റുപ്പീസാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കിതൊരു 1000-1500 റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ചിത്രങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചിത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ വലിയ ചിത്രങ്ങൾ വളരെ വില കൊടുത്ത് നമ്മൾ മേടിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള ഇത് ഒറിജിനൽ പെയിൻറ്റിങ്സ് ആണ്. ഈ പെയിൻറ്റിങ്സ് എല്ലാം വളരെ ഒറിജിനൽ പെയിൻറ്റിങ്സ് ആണ്. നമ്മൾ ക്യാൻവാസ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ചിത്രങ്ങളാണ്. വളരെ ക്യൂട്ടാണ്. ഇത് നമ്മുടെ മേശപ്പുറത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓഫീസ് ടേബിളിൻ്റെ മുകളിൽ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് വളരെ രസമുള്ളതാണ്. ഒറിജിനൽ പെയിൻറ്റിങ്സ് ഇത്രയും ലോ കോസ്റ്റിൽ, ഇപ്പം ചെറിയതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു 150-200 റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ വലുതിന്, അതായത് ഒരു 150 റുപ്പീസ് to 1500 റുപ്പീസിനകത്ത് മാത്രമേ ഇങ്ങനെയുള്ള ക്യാൻവാസുകളുടെ ചിത്രങ്ങൾ വരുന്നുള്ളൂ. വളരെ അട്രാക്റ്റീവാണ്. നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാനും. ഇങ്ങനെയുള്ള ചെറിയ പിക്ചറുകളുടെ മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നമ്മൾ കുറേ ഫാമിലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അതായത് അവരുടെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന് വരുമ്പം, പ്രത്യേകിച്ച് ഔട്ട്സൈഡേഴ്സ് വരുമ്പം അവർ തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം നമ്മൾ ചെയ്തത്, നമ്മൾ ഇതേപോലെ നല്ല ആർട്ട് വർക്കുകൾ, പിന്നെ അതൊരു പാക്കറ്റായിട്ട് ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് ഐറ്റംസും കൂടെ ചേർത്തിട്ട് നമ്മളൊരു പാക്കായിട്ട് കൊടുക്കുക. അത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പലരും നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.